ഇവിടെ ഈ ഒച്ചയും ബഹളവും എല്ലാം കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാലേ ഞങ്ങളിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അപ്പോൾ തിക്കോടിയിൽ നിന്ന് അച്ഛനും അമ്മയും മക്കളും അവിടെ തന്നെയായിരുന്നു. എല്ലാവരും കൂടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. എന്താണെന്നല്ല, നമ്മൾ സാക്ഷാൽ ശ്രീപത്മനാഭനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മക്കളെ കൂട്ടത്തിൽ കണ്ണൻ മാത്രമേ കണ്ടുള്ളൂ പത്മനാഭനെ. ഞങ്ങൾ ചെറിയ കുട്ടികൾ ആരും കണ്ടില്ല. അപ്പോൾ അതാ അമ്മയും അച്ഛനും സനുവും ഒക്കെ മുമ്പേ ഇറങ്ങി, ഞങ്ങളിതാ പിന്നാലെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതാ കാലുവേദന ആയത് കാരണം മുത്തശ്ശി ഇറങ്ങുന്ന പോലെ സ്റ്റെപ്പൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അതെല്ലാവരും ഇറങ്ങി. ഞങ്ങളാണ് ലാസ്റ്റ് ഗേറ്റൊക്കെ കൂട്ടി ഞങ്ങൾ ഇറങ്ങാന്ന് വെച്ചാൽ അവരാദ്യം ഇറങ്ങി. കണ്ടില്ലേ, സാമായിട്ട് ഓഫീസർ വരുന്ന പോലെ വരികയാണ്. ബാഗൊക്കെ സിറ്റൗട്ടിൽ വെച്ച് മറന്നിട്ടാണ് വരുന്നത്. എല്ലാ സാധനങ്ങളും അതിലാണ്, അത് എടുക്കാൻ മറന്നിട്ടാണ് ഈ വരുന്നത്. അപ്പോൾ അതാ ബാഗൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ വണ്ടിയിലേക്ക് കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാ ഇപ്പോൾ ഗേറ്റൊക്കെ അടച്ച് ഞങ്ങളിപ്പോൾ ഇറങ്ങും. കുഞ്ഞുവാവ ഉണ്ട് ഏറ്റവും ബേക്കിലായി പോയി വാവ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ സനുവൊക്കെ ഞങ്ങളെത്തുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ സനുവിൻ്റെ കാർ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ ഒരു ബഹളം തന്നെ. ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര ബഹളമാണ്. അനിയത്തി മക്കളും നേരത്തെ തന്നെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അത് ദർശമോൻ്റെ പിന്നിൽ വിക്രമാദിത്യൻ്റെ പിന്നിൽ വേതാളനെ പോലെ ഇട്ടത് എൻ്റെ ബാഗാണ്. എനിക്ക് ഷോൾഡർ പെയിൻ കാരണം മോനെ ഇടാൻ കൊടുത്തതാണ്. മക്കളൊക്കെ കാടി ബഹളമൊക്കെ തുടങ്ങി. ഞങ്ങളുടെ കൂടെ ദീപികൻ്റെ അമ്മയും കൂടെ ഉണ്ട്. അപ്പം ഇതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. കാരണം ഏതായാലും തിരുവനന്തപുരത്ത് പോവല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് വന്ദേ ഭാരതിൽ കയറാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും കൂടെ ഉണ്ട് എല്ലാവർക്കും. അതാ വന്ദേ ഭാരത് അതാ വരുന്നു. വന്ദേ ഭാരതിൻ്റെ ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ കയറുന്നത്. ശ്യാമായിട്ട് ഒരുപാട് തവണ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും മക്കൾക്കും എല്ലാം ഒരു ആഗ്രഹമായിരുന്നു വന്ദേ ഭാരതിലൊന്ന് കയറണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും തിരുവനന്തപുരത്ത് പോവുകയല്ല, അപ്പോൾ ആ ആഗ്രഹം ഒന്ന് സാധിക്കാമെന്ന് വിചാരിച്ചു. കണ്ണനതാ നോക്കുന്നത്. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല എന്ന് മണ്ടിലാണ് കണ്ണൻ നോക്കുന്നത് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ മക്കളെല്ലാവരും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ അവിടെ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. അപ്പോൾ ഏതായാലും വന്ദേ ഭാരതിൽ പോവുകയല്ലേ, അപ്പോൾ പിന്നെ ട്രെയിനിലെ ഫുഡും എന്താണെന്നൊക്കെ ഒന്ന് നോക്കാമല്ലേ മക്കൾക്കൊക്കെ. പിന്നെ അതല്ലേ പുറത്ത് പോകുന്ന തന്നെ മക്കൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് സനു പറയുന്നത്. അത് ശരി തന്നെയാണ്. അത് അവർ ഡിന്നറും കൊണ്ട് വരികയാണ്. അപ്പോൾ അതാ ഡിന്നർ കിട്ടി. അപ്പോൾ ഓരോന്നോരോന്നും കണ്ണൻ പറയുന്നുണ്ട്, ഓരോന്നോരോന്ന് നമുക്ക് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഡിന്നർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതാ മക്കളെല്ലാവരും നല്ല ആവേശത്തിൽ തന്നെ എല്ലാവരും നോൺ വെജ് മതി എന്ന് പറഞ്ഞിട്ട് നോൺ വെജാണ് മക്കളൊക്കെ കഴിച്ചത്. ഞങ്ങളൊക്കെ വെജാണ് കഴിച്ചത്. ഇപ്പോൾ ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്യുന്ന തിരക്കിലാണ്. ആദ്യം കിട്ടിയ ആൾ അതിലെന്തൊക്കെയുണ്ട് ഇതിലെന്തൊക്കെയുണ്ട്. അത് അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ ആദ്യമായിട്ട് കയറുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ ആദ്യമായിട്ട് കയറുന്ന സമയത്ത് നമ്മൾ കേൾക്കില്ല ഫ്ലൈറ്റിൽ എന്തൊക്കെ ഫുഡാണുള്ളതെന്നൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ മക്കളൊക്കെ ആദ്യമായിട്ട്, ഞാനും ആദ്യമായിട്ട്, ഞങ്ങളെല്ലാവരും ആദ്യമായിട്ട് തന്നെയാണ് വന്ദേ ഭാരതിൽ പോകുന്നത്. അപ്പോൾ അതാ ഒരു ചിക്കൻ കറി, ദാല്, പിന്നെ അതാ അടുത്തത് കുറച്ച് റൈസാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റൈസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ചപ്പാത്തി. അപ്പോൾ അതാ ചപ്പാത്തി, പിന്നെ ഒരു ചെറിയ ഒരു സെറ്റ് കേടുണ്ട്. പിന്നെ അപ്പോൾ അതെല്ലാം കഴിച്ച് എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെ. എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ അത് വേറെ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ. യാത്രകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല നല്ല ഓർമ്മകൾ തരുന്നത് എപ്പോഴും യാത്രകളായിരിക്കും. നമുക്ക് വീട്ടിലും ഉണ്ടാകും നല്ല നല്ല ഓർമ്മ, പക്ഷേ യാത്രകളിൽ കിട്ടുന്ന ഓർമ്മകളെ നമ്മൾ ഒരിക്കലും മറന്നു പോലും. പ്രത്യേകിച്ച് നമ്മളെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ ഈ യാത്രയിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ദീപു മാത്രമേ ഇല്ലാണ്ടുള്ളൂ. ദീപു ലീവ് കഴിഞ്ഞ് പോയി. അപ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട്. പിന്നെ ദീപികൻ്റെ അമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഈ യാത്രകൾ നമുക്കെപ്പോഴും പോകുന്ന സ്ഥലങ്ങളെക്കാളും നമുക്ക് നമ്മൾ ഫാമിലിയോടൊത്തുള്ള ആ ഒരുപാട് അനുഭവങ്ങളായിരിക്കും നമുക്ക് കൂടുതലും യാത്രകളിൽ. എനിക്ക് അതാണ് കൂടുതലും ആ അനുഭവങ്ങളാണ് നമുക്ക് പോകുന്ന സ്ഥലങ്ങളെക്കാളും കൂടുതൽ നാളെ നല്ല ഓർമ്മകളായിട്ട് വരുന്നത്. അപ്പോൾ അതാ മക്കളൊക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ ഐസ്ക്രീമും കിട്ടിയപ്പം പിന്നെ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണ്ടു എന്നുള്ള അവസ്ഥയായി മക്കൾ. അങ്ങനെ ഇതാ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി. ഇവിടുന്ന് 2:30 കയറിയതാണ്. അവിടെ 10:30 ആകുമ്പോൾ അവിടെ എത്തി. അവിടെ ഇറങ്ങി. അവിടെ പിന്നെ ശ്യാമേട്ടൻ്റെ ഒരു ഫ്രണ്ട് സുധീർഖാൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി അവിടെ വീടൊക്കെ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഇത് അവരൊരു ട്രാവലർ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങിയതാണ്. ശ്യാമേട്ടൻ അതാ ടൂർ കൊണ്ടുവന്ന് കുട്ടികളെ തലയെണ്ണുന്ന ടീച്ചറെ പോലെ ഓരോരുത്തർ തലയെണ്ണി വണ്ടിയിൽ കയറ്റുന്നു.
ഞാൻ ചോദിച്ചിട്ടുണ്ട്, അയ്യോ നമുക്ക് എന്തിനാ ട്രാവലർന്ന്. അപ്പോൾ നമുക്കെല്ലാവർക്കും നല്ല സ്വസ്ഥതയിൽ ഇരുന്ന് പോകാമല്ലോ. 15 സീറ്റിൽ ട്രാവലർ ആയതുകൊണ്ട് നല്ല ഒരു അടിച്ച് പൊളിച്ച് തന്നെയാണ് എല്ലാവരും പോയത്. ട്രെയിനിനേക്കാളും സുഖമായിരുന്നു. ആ ട്രാവലറിനെ എല്ലാവരും അടുത്തടുത്തല്ല. ട്രെയിനിൽ ഞങ്ങൾ സീറ്റ് കുറച്ച് ദൂരെ ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ, നല്ല സുഖത്തിലതാ രാത്രി നമ്മൾ തിരുവനന്തപുരം സിറ്റി കണ്ടുകൊണ്ട് അങ്ങനെ പോവുകയാണ്. ദീപികയും മക്കളൊക്കെ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് പോകുന്നത്. ഞങ്ങളിതിന് മുമ്പേ പോയിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഞങ്ങളിതിന് മുമ്പേ 2-3 തവണയൊക്കെ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. അമ്മേൻ്റെ ചേച്ചീൻ്റെ മോനുണ്ട് അവിടെ, ധനരാജേട്ടൻ. അപ്പോൾ അതാ ഞങ്ങളവിടെ വീടെത്തി, ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് ആ വീട്ടിലെത്തി. മക്കളൊക്കെ അതാ സന്തോഷത്തിൽ അർമാദിക്കുന്നു. ഞങ്ങളവിടെ ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് വീട്ടിൻ്റെ ഉള്ളിൽ കയറി. നല്ല നമുക്ക് എന്താ പറയുക, അങ്ങനെ ഒരു റൂമല്ല, ഒരു വീട് കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഹോംലി ഫീൽ തന്നെയാണ് ഉണ്ടാവുക. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല 3 ബെഡ്റൂമുണ്ട്. ബാബൻ്റെ പിന്നാലെ എപ്പോഴും മക്കളുണ്ടാവും. അതാ കിച്ചണൊക്കെ നമുക്കവിടെ ഫുഡൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. പക്ഷേ ഞങ്ങൾ ഒരു ദിവസത്തേക്ക് പോയതല്ലേ, അപ്പോൾ അതൊന്നും വേണ്ടി വന്നില്ല. അവിടെ മിനറൽ വാട്ടറൊക്കെ ഉണ്ട് കുടിക്കാനതാ. ബെഡ് ബെഡ്റൂമും ബെഡും ഒക്കെ നല്ല വൃത്തി നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സുഖം തന്നെ അവിടെ. അച്ഛനതാ എല്ലാവരും കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് സംസാരിച്ച്. പിന്നെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കാര്യമായിട്ട് ഉറക്കം നടക്കില്ല. നമ്മൾ കുറേ സംസാരവും ഇതൊക്കെ അല്ലേ. എല്ലാവരും കിടന്നു കഴിഞ്ഞാലും ഞാനും മുല്ലയും കൂടെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അത് ഇവിടെ ആയാലും ഇനിയിപ്പോൾ വീട്ടിലായാലും ഒക്കെ അങ്ങനെ തന്നെ. പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് എല്ലാവരും അമ്പലത്തിലേക്ക് പോയി. ട്രാവലർ വന്ന് രാവിലെ തന്നെ ട്രാവലറിൽ കയറി എല്ലാവരും അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നു. എന്നാലും ദർശനം വലിയ ബുദ്ധിമുട്ടില്ലാതെ എല്ലാവരും ദർശനം കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ ഫോട്ടോ എടുത്തില്ലേ പിന്നെ നമുക്കൊരു സമാധാനവും കിട്ടൂലല്ലോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഫോട്ടോ എടുക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് ഫോട്ടോ വേണേ, എല്ലാവരും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും നടക്കുകയാണ്. ഞങ്ങൾ കുറേ പേര് നീലയിലാണ്. ഞാൻ ശ്യാമേട്ടൻ, മക്കൾ, പിന്നെ ദർശമോനും എല്ലാവരും, വേറെ വേദുക്കുട്ടനും എല്ലാവരും നീലയിലാണ് കുറേ പേരുള്ളത്. അപ്പോൾ അതാ നല്ല പത്മതീർത്ഥക്കുളവും അതൊക്കെ കണ്ട് നല്ല സന്തോഷമായി. അവിടുന്ന് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പോയി തേങ്ങയൊക്കെ കൊട്ടി ഞങ്ങളവിടെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി ദോശയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ട്രാവലറിൽ ഞങ്ങൾക്ക് ഓരോ സ്ഥലത്ത് തിരുവനന്തപുരത്ത് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ആ തിരുവനന്തപുരം സിറ്റി ആ ട്രാവലറിൽ തന്നെ ഒന്ന് റൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് റൗണ്ട് ചെയ്ത് എല്ലാ സ്ഥലവും കണ്ട്. യൂണിവേഴ്സിറ്റി, കോളേജ്, സെക്രട്ടേറിയറ്റ്, അങ്ങനെ തിരുവനന്തപുരത്ത് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഈ ഹൈവേ സൈഡിലുള്ള എല്ലാം ഞങ്ങൾ കണ്ട് ഓരോന്ന് മക്കൾക്കൊക്കെ കാണിച്ചു കൊടുത്തു. ഒന്നും കയറി കാണാൻ പറ്റിയില്ല. അവസാനത്തെ ഞങ്ങൾ ശംഖുമുഖം ബീച്ചിലെത്തി. അവിടെയും കുറച്ച് സമയം നിർത്തിയിട്ട് അവിടെയുള്ള ഒരു ചെറിയ കടയിൽ നിന്ന് ഇവർ 7-അപ്പും അങ്ങനെ എന്തൊക്കെയൊക്കെയോ വാങ്ങി അതൊക്കെ കുടിച്ച് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് തിരിച്ച്. ഇനി ഞങ്ങൾക്ക് 2:40 നേത്രാവതിയാണ് ട്രെയിൻ. ആ ട്രെയിനാണ് ഞങ്ങൾ തിരിച്ച് വരുന്നത്. അപ്പോൾ അത് റൂമിലെത്തി എല്ലാവരും. അപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ 11:30 ആകുമ്പോൾ റൂമിലെത്തി ഞങ്ങൾ. ഇനി ഞങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് 1 മണിക്ക് ഞങ്ങൾക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ ട്രാവലർ 1 മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. 1 മണിക്ക് ട്രാവലർ വന്ന് ഞങ്ങളെല്ലാവരും റെസ്റ്റ് എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും ഇറങ്ങുകയാണ് അവിടുന്ന്. വാവേതാ ട്രോളി ബാഗൊക്കെ തള്ളി കൊണ്ടുവരുന്നു. എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. ദീപികൻ്റെ അമ്മയും ദീപികയും ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഫുഡും കഴിച്ച് നേരെ സ്റ്റേഷനിലോട്ട്, ആ ട്രാവലറിൽ തന്നെ സ്റ്റേഷനിലോട്ട് പോകാമെന്ന് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനും സനുവത വരുന്നു. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി. ഓരോരുത്തർ കുറേ ആൾ സ്റ്റെപ്പിൽ ഇറങ്ങി, സ്റ്റെപ്പ് കയറി ഇറങ്ങി. ശ്യാമേട്ടനും മക്കളൊക്കെ ലിഫ്റ്റിലാണ് വരുന്നത്. ബാഗൊക്കെ ഉള്ളത് കാരണം ബാഗും കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരണ്ടേന്ന് കരുതിയിട്ട് മുല്ലയും അമ്മയും എല്ലാവരും ഇത് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ ആ ട്രാവലറിൽ കയറി. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ ആ സുധീർഖാൻ എന്ന് പറഞ്ഞ ഏട്ടൻ, അതിഥി ഹോംസാണിത്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ ഇത് നല്ലൊരു ഇതാണ് കേട്ടോ. നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല സ്ഥലം, ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള സംസം ഹോട്ടലിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതാ ഫുഡ് എല്ലാവരും ബിരിയാണി പെട്ടെന്ന് കിട്ടുമല്ലോ, ഞങ്ങൾക്ക് ട്രെയിനിന് പോകണമല്ലോ, അപ്പോൾ ബിരിയാണി വെയിറ്റ് ചെയ്തിരിക്കണം, ആ ഒരു ഇതാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ആരെ നോക്കുക പോലും ഇല്ല. ഇത് പൊതുവേ അങ്ങനെ തന്നെയാണല്ലോ, ഭക്ഷണം കിട്ടുന്നവരെ നമ്മൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നമ്മളും നോക്കും. പിന്നെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും ചുറ്റുള്ളതൊന്നും കാണില്ലല്ലോ നമ്മളാരും. അപ്പോൾ അതാ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബിരിയാണി കിട്ടി എല്ലാവരും കഴിക്കുകയാണ്. ചാമട്ടൻ്റെ നല്ല ഉഷാറിലാണ് കഴിക്കുന്നത് എല്ലാവരും. ചാമട്ടൻ മാത്രമല്ല, എല്ലാവരും നല്ല ഉഷാറിലാണ് കഴിക്കുന്നത്. എനിക്ക് വേലുക്കുട്ടന് കിട്ടിയിട്ടുണ്ട് ഒരു കമ്പനിക്ക്. അപ്പോൾ ഫുഡ് കഴിച്ച് ഞങ്ങളിതാ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ സ്റ്റേഷനിൽ 2:30 എത്തി. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഈ ഫുഡ് വെയിറ്റ് ചെയ്താൽ മക്കളെ നമുക്ക് ട്രെയിന് മിസ്സാവും. പിന്നെ ഞങ്ങൾ എന്നാൽ പിന്നെ ഫുഡ് നമുക്ക് പാർസൽ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് കഴിച്ചാൽ മതി. എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫുഡ് എത്തി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇതാ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ പോകുമ്പോഴും അങ്ങനെ തന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മക്കൾക്കൊക്കെ ഞങ്ങളിങ്ങനെ കാണിച്ചു കൊടുത്തു. തിരുവനന്തപുരത്ത് ഇതാണ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എന്തായാലും ഒരു ദിവസമാണെങ്കിൽ യാത്ര നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്റ്റേഡിയം അതാ കാണുന്നത്, നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ യാത്ര. ഞങ്ങൾ സ്റ്റേഷനിലെത്തി. 2:40 ട്രെയിൻ, 2:30 എത്തി. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇനിയിപ്പോൾ ഇത് രാത്രി 10:30-ക്കാണ് കോഴിക്കോട് എത്തുന്നത്. അത് എൻ്റെ മടിയിലതാ വാവ കയറിയിരിക്കുന്നു. അതാ ഞങ്ങൾ കോഴിക്കോട് എത്തി. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ 2 കാറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ സനു അപ്പുറത്താണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അതാ ഞങ്ങൾ കാറിലേക്ക് കയറാൻ പോകാം. ശ്യാമേട്ടൻ പറയാം, ഞങ്ങളെ കാർ ഇപ്പുറത്താണ്, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വരുന്നൊരു ത്രില്ലാണ്. ഒരു ദിവസമാണെങ്കിൽ നമ്മൾ വീട് വിട്ട് നിന്ന് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്താം. എവിടെ പോയാലും അല്ലേ, അങ്ങനെയല്ലേ കുറേ ആൾക്കാർക്കൊക്കെ. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഒരു ദിവസമാണെങ്കിലും വീട് ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അങ്ങനെ വീട് അടച്ചിട്ട് അങ്ങനെ പോയില്ല. അങ്ങനെ വീട് വിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയാണത്. ഗേറ്റൊക്കെ തുറന്ന് കണ്ണനാൻ തോന്നുന്നുണ്ട്, ഗേറ്റൊക്കെ ആദ്യം തന്നെ തുറന്ന് വെച്ചത്. അപ്പോൾ ആ വണ്ടി അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാവരും ഇനിയിപ്പം വീട്ടിലേക്ക് കയറാനുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. സനുവിൻ്റെ വണ്ടി എത്തി. ഇനിയിപ്പോൾ അതെല്ലാവരും വീട്ടിലേക്ക് കയറണതാണ്. വീട്ടിലേക്ക് കയറാനുള്ള ഒരു ബഹളമാണ് ആ കാണുന്നത്. വണ്ടിയൊക്കെ പോർച്ചിലിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറി. ഇവരോട് നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇന്ന് തന്നെ പോകണമെന്ന്. നാളെ രാവിലെ എല്ലാവർക്കും ജോലിക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ എന്തായാലും ലേറ്റ് ആവില്ല. നമ്മൾ യാത്രാ ക്ഷീണമൊക്കെ അല്ല, അപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേക്കാൻ ലേറ്റ് ആവും. പിന്നെ ഇവിടുന്ന് തീക്കോടിയൊക്കെ 1 മണിക്കൂർ ട്രാവലിങ്ങും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇന്ന് തന്നെ പോകണം എന്ന് തന്നെ പറയുന്നത്. കുറേ ഞങ്ങൾ പറഞ്ഞു, നിൽക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പോകണം, രാവിലെ ജോലിക്ക് പോകേണ്ടതുകൊണ്ട്. ഞങ്ങളെ പെട്ടി ഇതാ വീണ്ടും മുറ്റത്ത് അനാഥമായിട്ട് കിടക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതാ മക്കളൊക്കെ വീട്ടിലെത്തി. ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങളിവിടെ എത്തിയതല്ലേ, വേഗം ഫ്രഷ് ആയിക്കുക, എന്നാൽ പിന്നെ വീട്ടിലെത്തിയ ഉടനെ വേഗം കിടന്ന് ഉറങ്ങാമല്ലോ. അല്ലാണ്ട് ഇനി പോയി മേലൊക്കെ കഴുകി കിടക്കുമ്പോൾ വീണ്ടും ലേറ്റ് ആവില്ലേ, സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ മേലൊക്കെ കഴുകാമല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ ഈ തിരുവനന്തപുരം യാത്ര അടിപൊളി, എല്ലാവർക്കും സന്തോഷമായി, ഹാപ്പി ആയിട്ടുണ്ട് എല്ലാവർക്കും. ഓക്കെ, ബായ്.